സി.ജെ. റോയ് മലയാളിയല്ലേ? സി.ജെ. റോയ് പിന്നെ എന്തിനാണ് കന്നഡയിൽ സംസാരിക്കുന്ന ഒരു സംശയം കുറെ നാളായി. എന്തുകൊണ്ടാണ് അങ്ങനെ കന്നഡ സംസാരിക്കുന്നത്? ഞാൻ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണ്. അതെ. So when I communicate with the Insta followers in Bangalore, then I speak in obviously Kannada. So, but I can speak all the languages. ഒരു മനുഷ്യൻ എപ്പോഴാണ് മുതലാളിയാവുന്നത്? അദ്ദേഹം ബിസിനസ് നടത്തി അത് സക്സസ് ആവുമ്പോഴാണോ, അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ച് ആൾക്കാർ ജോലി ചെയ്യുമ്പോഴാണോ, ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴാണോ? എപ്പോഴാണ് ഒരാൾ മുതലാളിയാവുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കൊരു മുതലാളിയുടെ ഒരു ഫീലിംഗ് വന്നാൽ തകർച്ച തുടങ്ങും. ഓക്കെ, അതാണ് എൻ്റെ ഫീലിംഗ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മുതലാളി സ്ഥാനം എത്തിയാൽ അതൊരു ഈഗോസ്റ്റിക് പൊസിഷനാണ് അല്ലേ? ഞാനൊരു മുതലാളി, മറ്റുള്ള എല്ലാവരും തൊഴിലാളി അല്ലേ? ആ ഒരു ഫീലിംഗിലേക്ക് ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഇൻവോൾവ് വിത്ത് ദ ടീം. എന്നെ നിങ്ങൾ പുറത്ത് കാണുന്നത് ഒരു വേറെ മുഖമാണ്. അതെ, ഞാൻ ടോട്ടലി മറ്റൊരു മുഖമാണ്. ഇപ്പൊ സിമ്പിളായിട്ട് എടുക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കൊരു ക്യാമറമാൻ ഇല്ല. എൻ്റെ ക്ലീനിങ് ബോയ് ആണ് എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ ഡ്രൈവറാണ് എൻ്റെ വീഡിയോ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കൂടെ സഞ്ചരിക്കും, യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നമ്മൾ അറിയാതെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട് ക്യാമറമാനും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എനിക്കില്ല. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ദാറ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പറ. ഞാൻ പറയും ഹെഡുമില്ല ടെയിലുമില്ല, ഇവിടെ ഒന്നുമില്ല. ഞാനൊരു സിംഗിൾ മാൻ ആർമിയാണ്. അപ്പോൾ ഐ ലൈക്ക് ടു കീപ് അബ്രസ്റ്റ് വിത്ത് എവറിത്തിങ്. ഇന്നത്തെ ടെക്നോളജി, നാളത്തെ ടെക്നോളജി, ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം, ടച്ച്, ഫീൽ ആൻഡ് ഡു ഇറ്റ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് എത്തുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഒരു ഹോബി ഉണ്ടായിരുന്നു, ചെറിയ പ്ലോട്ട് വാങ്ങിയിട്ട് വീട് കെട്ടി വിൽക്കുക. ഓക്കെ, അമ്മ SSLC ആയിരുന്നു. അമ്മയുടെ കാലത്ത് SSLC ഈസ് എ ബിഗ് ക്വാളിഫിക്കേഷൻ. ബ്ലഡിലുണ്ട് ബിസിനസ്, ബ്ലഡിലുണ്ടായിരുന്നു. അമ്മ സ്ട്രോങ് ബിസിനസ് മാൻ, ഇപ്പോഴും ഉണ്ട് അമ്മ. അപ്പൊ ഞാൻ അമ്മയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു ചെറിയ പ്രായത്തിൽ, ഒരു 10-12 വയസ്സുള്ളൂ. അപ്പൊ എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കേണ്ട ആ ഒരു ഫ്രീഡവും കിട്ടിയിട്ടില്ല. അപ്പൊ എപ്പോഴും അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ഒന്നിലും ബിസിനസ്സിലായിരിക്കും, ഇതിലായിരിക്കും. അപ്പോൾ ഈ കൂടെ പോകുമ്പോൾ അമ്മയ്ക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇത്ര കോൺക്രീറ്റ്, ഇത്ര സ്റ്റീൽ, അതെല്ലാം അമ്മ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ അമ്മയുടെ നോക്കേണ്ട ഇതെങ്ങനെ ചെയ്യുന്നു. അപ്പൊ അമ്മ ഇത് കെട്ടി വെക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റും വരും. ഞാനല്ല അക്കൗണ്ടന്റ്, അപ്പൊ എനിക്കറിയാലോ. ഏത് വർഷത്തെ കാര്യം പറയുന്നത്? ഇത് എനിക്കൊരു 12 വയസ്സുണ്ട്, 12-13 വയസ്സ്. I'm talking about 42-43 years back. അപ്പോൾ എനിക്ക് മനസ്സിലായി that there is good profit in this business. Okay. പക്ഷേ then I wanted to be professionally working